ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുന്നവരുടെ ഗതി അധോഗതി. ഇതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. അത് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. എന്താണ് ഈ രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കൽ? എപ്പോഴാണ് രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കാനുള്ള പ്രവണത നമുക്കുണ്ടാവുക? അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കും? ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പുതിയൊരു പെന്തക്കോസ്ത അഭിഷേകം പ്രാപിക്കുന്നതിന് അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടതാണ് ഒരാളെക്കുറിച്ച്. ഇയാൾ പ്രാർത്ഥനയ്ക്കൊക്കെ റെഗുലറായിട്ട് പള്ളിയിൽ പോകുന്ന വ്യക്തി. അനുദിനം വേണമെങ്കിൽ ബലിയർപ്പണത്തിന് പള്ളിയിൽ പോകും. പക്ഷേ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ രാത്രി തലമുണ്ടിട്ട് ആരും കാണാതെ പൂജാരിയുടെ അടുത്തോ അല്ലെങ്കിൽ കൂടോത്രക്കാരൻ്റെ അടുത്തോ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകാനും മടിയില്ല. ശരിക്കും ഇത് രണ്ട് വള്ളത്തെ കാല് വെക്കുന്ന ഒരവസ്ഥയല്ലേ? പകൽ പള്ളി, രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും ഇതുമായിട്ട് ചേർന്ന് പോകാത്ത മറ്റ് പ്രവൃത്തികൾ. നമുക്കങ്ങനെ വേണമെങ്കിൽ രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ പറ്റും. പക്ഷേ അത് നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് വൻ നാശത്തിലാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത് വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. അവിടെ നമ്മൾ കാണുന്നു, പഴയ നിയമത്തിൽ ഈ ഒരു ആശയം വളരെ വ്യക്തമായിട്ട് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ചോദിച്ചൊരു കാര്യം: നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാല് വെക്കുന്നവരായിട്ട് ഇങ്ങനെ പോകും? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു സമയത്ത് അവരുടെ സത്യദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുന്നു. മറ്റു ചില അവസരങ്ങളിൽ അന്യദൈവങ്ങളിലേക്ക് അവർ പോകുന്ന അവസ്ഥ. കാര്യങ്ങൾ നടന്നു കിട്ടാനും അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ അന്യദൈവ ആരാധനയ്ക്ക് പോലും പോകുന്ന അവസ്ഥ. ഏലിയാ പ്രവാചകൻ പറഞ്ഞത്, ഈ പരിപാടി നിങ്ങൾ നിർത്തും. ഒന്നുകിൽ നിങ്ങൾ സത്യദൈവത്തെ വിളിച്ച് വിശ്വസ്തരായിട്ട് സഹനത്തിലും ദാരിദ്ര്യത്തിലും നേട്ടത്തിലും കോട്ടത്തിലും എല്ലാം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ ആ സത്യദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അന്യദൈവങ്ങൾ, അവരുടെ ദൈവങ്ങളുടെ പുറകെ പോകും. ഇത് രണ്ടുകൂടെ ചേർന്ന് പോകത്തില്ലെന്ന്. അതിനാണ് ഏലിയാ പ്രവാചകൻ പറഞ്ഞത്, എത്ര നാൾ നിങ്ങളിങ്ങനെ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്നവരായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും? അത് നിർത്തുക. എന്നിട്ട് ഒരു വഞ്ചിയിൽ കാല് വെക്കാൻ പഠിക്കുക. ഒന്നുകിൽ സത്യദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അതിന് യോഗ്യമായ രീതിയിൽ ജീവിക്കുക. യോഗ്യമല്ലാത്ത ഒന്നിലേക്കും നിങ്ങൾ പോകരുത്. മറ്റൊരു വചനഭാഗം നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 6:24. ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ. മാമോൻ എന്ന് പറഞ്ഞാൽ പണം. ദൈവത്തെയും പണത്തെയും ഒരുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന ആ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്നവരെ പോലെയാണ്. അത് നിങ്ങളെ എങ്ങും ഇല്ലാണ്ടാക്കും. നടുക്കടലിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന ആ ഒരവസ്ഥ നിൻ്റെ ഗതി അധോഗതിയായിട്ട് മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. എപ്പോഴാണ് നമ്മളിങ്ങനെ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്നവരായിട്ട് മാറുക? നമുക്ക് 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ കാര്യം, നിൻ്റെ വിശ്വാസം ദൃഢമല്ലെങ്കിൽ നീ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്ന വ്യക്തിയാകാൻ അത് ചിലപ്പോൾ ഇടവരുത്തും. നമുക്ക് വേണ്ടത് കഴമ്പുള്ള വിശ്വാസം, ദൃഢമായ വിശ്വാസം, അല്ലാതെ ഇങ്ങനെ കാറ്റിൽ ആടി ഉലയുന്ന ഞാങ്കണ പോലത്തെ ഒരു വിശ്വാസമല്ല. ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. ദൃഢമായ വിശ്വാസം. അതുള്ളവർക്ക് രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാകില്ല. എഫേസസ് 4-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയും തെറ്റിൻ്റെ വഞ്ചനയിൽ നിങ്ങളെ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. നിങ്ങൾ വളരണം. ഇവിടെ വിശ്വാസം ദൃഢമല്ലെങ്കിൽ, വിശ്വാസത്തിൽ നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളിങ്ങനെ ആടി ഉലയും. അരുത്. അതിനു പകരം നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണം, വിശ്വാസം വളർത്തിയെടുക്കണം എന്നുള്ളത് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസ് 9-ാം അധ്യായം അതിൻ്റെ 23 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, യേശുവിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു കാരണം അവരുടെ അവിശ്വാസം മൂലം എന്നാണ് സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വസിച്ചാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മത്തായി 9:27 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, 2 അന്ധന്മാർ യേശുവിനെ സമീപിച്ച് അവർ ഒരാഗ്രഹം ഉന്നയിക്കുന്നത്. കർത്താവ് ചോദിച്ചു, ഇത് തരാൻ എനിക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഇതാ പ്രതിഫലം. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ രണ്ടുപേരും അവർ കാഴ്ച പ്രാപിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 16-ാം അധ്യായം
14 വചനം എടുക്കുമ്പോൾ യേശു അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നന്മ വരും. നമ്മുടെ വിശ്വാസം ദൃഢമാണെങ്കിൽ സഹനത്തിൻ്റെ നടുവിൽ നമ്മൾ വിശ്വാസം ബലികഴിക്കാതെ കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യം ശരിയല്ലെങ്കിൽ 2 വഞ്ചിയിൽ കാലുവെക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാം. ശരിയായ ലക്ഷ്യമുള്ളവർ എല്ലാ സാഹചര്യത്തിലും ആ ലക്ഷ്യത്തിലെത്താനുള്ള നിശ്ചയദാർഢ്യത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് 2 മക്കബായർ 6-ാം അധ്യായം എടുക്കുമ്പോൾ ഏലിയാസർ വേണമെങ്കിൽ അവനെ 2 വഞ്ചിയിൽ കാലുവെക്കുന്നവനെ പോലെ ജീവിച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒന്നുകിൽ അവൻ പന്നിമാംസം ഭക്ഷിക്കണം, അല്ലെങ്കിൽ മരിക്കാൻ റെഡിയാകണം. ഇനി അവന് പലർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവർ വന്ന് പറഞ്ഞൊരു കാര്യം, അനുവദനീയമായ മാംസം ഞങ്ങൾ കൊണ്ടുതരാം, നീ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോയി പറഞ്ഞോളാം നീ പന്നിമാംസം ഭക്ഷിച്ചു, അങ്ങനെ നിനക്ക് നിൻ്റെ ജീവൻ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞപ്പോഴും എലിയാസർ പറഞ്ഞൊരു കാര്യം, വേണ്ട വേണ്ട, അങ്ങനെ ഒരു തിരിമറി കാണിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട. ഞാൻ ചെറുപ്പക്കാരുടെ മുമ്പിൽ പോലും വേണമെങ്കിൽ അവർക്കൊരു ദുർമാതൃകയായി മാറും. അത് വേണ്ട, മരിക്കാൻ ഞാൻ റെഡിയാണ്. എവിടെയാണ് എൻ്റെ രക്തസാക്ഷിത്വത്തിനുള്ള വേദി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നെടുക്കുന്ന ഏലിയാസറിനെ കാണാൻ പറ്റും. നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ തിരിമറി കാണിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് നാളൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതായിരിക്കില്ല നമ്മുടെ ഉദ്ദേശ്യം. അതിനുവേണ്ടി ആയിരിക്കില്ല നമ്മൾ പരിശ്രമിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പൗലോസ് ലീഗ അവൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ മുമ്പോട്ട് പോയാൽ കാരാഗ്രഹവാസം, സഹനം, മരണം ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ മുമ്പോട്ടേ പോകൂ. എന്നൊക്കെ ആ മരണം പോലും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ദൃഢനിശ്ചയം, അതാണ് പൗലോസിൽ നമ്മൾ കാണുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായവും 5-ാം അധ്യായവും വായിക്കുമ്പോൾ 2 വള്ളത്തെ കാലുവെക്കാൻ വിസമ്മതിച്ച പത്രോസിനെ കാണാൻ പറ്റും. ഇനി അവിടെ അധികാരികൾ വന്ന് അവനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ജയിലിലടച്ചു. മാലാഖ വന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. 4-ാമത്തെ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. അവൻ പോയി വീണ്ടും പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഈ നേതാക്കന്മാർ വന്നിട്ട്, ലീഡേഴ്സായിട്ടുള്ളവർ വന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്തു. നിന്നെ വിലക്കിയിരുന്നൊരു കാര്യം വീണ്ടും നീ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പേരിലല്ലേ നീ ജയിലിൽ കിടന്നത്? പക്ഷെ അവൻ പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ തന്നെ പറ, ഞങ്ങൾ അനുസരിക്കേണ്ടത് ദൈവത്തെയാണോ അതോ നിങ്ങളെയാണോ? ദൈവം ഞങ്ങളോട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുക. ഇതിൻ്റെ പേരിൽ വേണേൽ വീണ്ടും കാരാഗ്രഹവാസവും മരണമൊക്കെ വരാം. അവൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളതായിരുന്നു, അല്ലാതെ കുറേ നാളുകൂടെ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടക്കണം എന്നുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തിരിമറിക്കോ ദൈവത്തെ തിരസ്കരിക്കുന്നതിനോ തയ്യാറാകാതിരുന്നത്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സമർപ്പണം പൂർണ്ണമല്ലെങ്കിൽ നാം 2 വഞ്ചിയിൽ കാലുവെക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് പോയേക്കാം. സമർപ്പണം പൂർണ്ണമല്ലെങ്കിൽ, മദർ തെരേസ, അതുപോലെ തന്നെ അമ്മ ത്രേസ്യ, ഇവരൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, കർത്താവ് ഒരിക്കലും നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയല്ല നീ ഇത്രയും തരണം. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ ദൈവം പൂർണ്ണതയിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, ഈ 3 മേഖല ശരിയാക്കുന്നെങ്കിൽ നമുക്ക് 2 വഞ്ചിയിൽ കാലുവെച്ച് ആ ഒരു അധോഗതിയിലേക്ക് പോകേണ്ട ദുരവസ്ഥ വരില്ല. ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ഒരു പ്രതിഷ്ഠാ ജപത്തിൽ പ്രത്യേകം പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് കപടനാട്യക്കാരുടെ മാനസാന്തരം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.